അതെ, ജംബുരുകം ഇൻഷുറൻസ് കമ്പനിയാണ്. എന്താണ് കാര്യം പറയും? ഓ ശരി. നിങ്ങളുടെ നമ്പർ എന്താണ്? പോളിസി നമ്പർ പറയും. രാജൻപിള്ള അല്ലേ? അതെ, ഇതിപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും റീഇംബേഴ്സ്മെൻറ്റ് തരാൻ പറ്റില്ല. നിങ്ങളുടെ ക്ലെയിം ശരിക്കും പറഞ്ഞാൽ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, അത് ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്. നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾക്കൊരു ലീഫ്ലെറ്റ് തന്നിട്ടുണ്ടാവുമല്ലോ ഇത് പോളിസി ചേരുന്ന സമയത്ത്. അതിൽ വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അത് വായിച്ച് ശരി എന്നാൽ. എന്തോ സാറേ, നല്ല തെറിയാണ്, കേൾക്കണോ? അയ്യോ വേണ്ട, ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് ഈ തെറി. ഏത് നേരത്താണ് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല സാർ. ഏടോ, ഇവർ ലീഫ്ലെറ്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കാണ്ട് നമ്മളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? കഴുതകൾ ലീഫ്ലെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ലീഫ്ലെറ്റിൽ റീഇംബേഴ്സ്മെന്റ് കിട്ടാത്ത സൂക്കടുകൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളൂ. അത് വായിക്കണമെങ്കിൽ ഭൂതക്കണ്ണാടി വെക്കണം, കുറച്ച് വലുതാക്കി എഴുതിയാൽ എന്താ കുഴപ്പം? ഏടോ, ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ കമ്പനിയുടെ ഇൻഷുറൻസ് ആരെങ്കിലും എടുക്കുമോ? അവർ വേറെ ഏതെങ്കിലും നല്ല കമ്പനിയുടെ ഇൻഷുറൻസ് പോയി എടുക്കില്ലേ? അമ്മ പറയണത് നോക്ക്. പിന്നെ അല്ലാണ്ട് നമ്മുടെ കമ്പനിയുടെ വിജയമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കമ്പനി നിലനിന്നാല നമ്മളുള്ളൂ, അത് ആദ്യം മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, എന്താണ്? ഈ ജനങ്ങൾ ഉണ്ടെങ്കിൽ ഈ കമ്പനിയുള്ളൂ, നിങ്ങളുള്ളൂ, ഞാനുള്ളൂ. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എന്താണ് ഇപ്പോൾ വന്ന കാര്യം പറയും? ഞാൻ ആ പറഞ്ഞ സുഹൃത്തിൻ്റെ കാര്യം എന്തായി? അതെ, പൈസ കൊടുക്കാൻ പറ്റില്ല. അയാൾ 4 വർഷമായിട്ട് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ അതിന് സമാധാനം പറയും. എൻ്റെ സത്യശീല അത് നടക്കില്ല. എന്താ നടക്കില്ലെന്ന്? നടക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനി ഡോക്ടർ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഒരു ആവശ്യമില്ലാത്ത കുറേ ചികിത്സയും ഒരു ആവശ്യമില്ലാത്ത കുറേ ടെസ്റ്റും ചെയ്തിട്ട് അതിൻ്റെ ബില്ലൊക്കെ കൂടി ഇങ്ങോട്ട് എഴുതി തന്നിരിക്കുകയാണ്. ഇത് എവിടെ നിർത്തി കൊടുക്കുന്ന കമ്പനി? എന്താ നിങ്ങൾ പറയണേ? ഇതിന് സുഗതൻ എന്ത് പഴിച്ചൂന്ന്? എന്ത് പേടിച്ചെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറയണോ? അല്ലാണ്ടെന്താണ്? അതെ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോളേ. സുഗത ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു 4 ദിവസം അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്ക് പറഞ്ഞു. അവൾ കടന്നു. പിന്നെ ടെസ്റ്റുകൾ ഓരോന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ രോഗി ചെയ്യില്ലേ? ഇതിപ്പോൾ 1 കൊല്ലത്തിനാണ് മരുന്ന് വാങ്ങിയിട്ടാണ് പോയിരിക്കണത്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ആശുപത്രിക്കാരും നമ്മളും തമ്മിലുള്ള ഈ പോട്ടാപ്പൊട്ടിക്ക് ഈ പാവങ്ങൾ എന്ത് പഴിച്ചു? ഞാൻ അതാ ചെക്കണേ. പാവങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വിവരക്കേടിന് കാശ് ഇറക്കി കൊടുക്കാനായിട്ട് ഇവിടെ നമ്മുടെ കമ്പനിക്ക് പറ്റില്ല. സത്യശില്ല ഉള്ള കാര്യം പറയാലോ. ഇതിപ്പോൾ എന്താ അറിയോ, ഇൻഷുറൻസ് ഉള്ള രോഗിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ ആശുപത്രിക്കാർ വലിക്കുന്നതാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ. അത് ശരി, അത് ആളുകൾ പറയണോ? അല്ലെങ്കിൽ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവണോ? ഇത് എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആവശ്യമില്ലാത്ത ചികിത്സയൊക്കെ ഇൻഷുറൻസ് കമ്പനി കാശ് തരും വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യിക്കുകയാണ്. സ്വന്തം ശരീരമല്ല ഒന്നുമില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി കൂടെ? അത് സാറേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ആ സുഗതൻ്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം? നിങ്ങൾ അത് പറയും. എൻ്റെ സത്യശീല ഒരു സ്വൈരം താഴെ എന്തൊരു കഷ്ടമാണ്. ഇത് എത്ര അയാളുടെ ബില്ല്? അയാളുടെ ബില്ല് 36,000 രൂപ എല്ലാം കൊടുത്തതാണല്ലോ ഇവിടെ. 36 പോയത് പോയി, 30 പോട്ടെ, ബാക്കി 6,000 കൊടുക്കാം. 30 എവിടേക്ക് പോണ്? 30 എവിടേക്കും പോയിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 6,000 പറഞ്ഞോളി, ബാക്കി ആ 30 കൊടുക്കി. എന്താ അയാൾ പറയുന്നത്? എന്താ തനിക്ക് ഇത്ര വിവരമില്ല? തനിക്ക് ഓരോ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും വേണ്ട, ഒരു 8,000 കൊടുക്കാം. അയാളോട് ഇവിടെ വന്നിട്ട് ഒരു അപേക്ഷ എഴുതി തരാൻ പറയും. ഇനി ഇവിടുത്തെ ഈ 8 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് അയാൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ കാല് പിടിക്കണമെന്ന് എന്താ നിങ്ങൾ പറയണത്?